പ്രൊഫഷണൽ കോഴ്സ് ഫീ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായി നിയമിച്ച റിട്ടയർഡ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന്റെ സംസ്ഥാനത്തെ നിയമനങ്ങൾ ഗുരുതരമായ ചട്ടലംഘനമെന്ന് പരാതി. പ്രൊഫഷണൽ കോഴ്സ് ഫീ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായി ഇദ്ദേഹത്തെ നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഉപലോകായുക്ത നിയമന കാലാവധിക്ക് ശേഷം സർക്കാരിൽ പുനർനിയമനം സ്വീകരിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥ അവഗണിച്ചാണ് ഫീ റെഗുലേറ്ററി ചെയർമാൻ പദവിയിൽ സർക്കാർ നിയമനം നൽകിയത്. ഉപലോകായുക്തയായുള്ള ബാബു മാത്യു പി ജോസഫിന്റെ നിയമനവും ചട്ടവിരുദ്ധമായിരുന്നുവെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. 2016 ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ 2019 ഉപലോകായുക്തയായി നിയമിക്കുന്നതിന് മുൻപ് ആംഡ് ഫോഴ്സ് ട്രിബ്യൂണലിൽ ജുഡീഷ്യൽ അംഗമായി നിയമിച്ചിരുന്നു. 2007 ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ ആക്ട് 11 വകുപ്പ് പ്രകാരം ട്രിബ്യൂണൽ അംഗങ്ങൾക്ക് കാലാവധിക്ക് ശേഷം കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഔദ്യോഗിക സ്ഥാനങ്ങൾ സ്വീകരിക്കുന്നതിന് അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ട്. ഈ അയോഗ്യത നിലനിൽക്കവെയാണ് കേന്ദ്ര സർക്കാർ നിയമം ലംഘിച്ച് ബാബു മാത്യു പി ജോസഫിന് ഉപലോകായുക്തയായി സംസ്ഥാന സർക്കാർ നിയമിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം സംബന്ധിച്ച ലോകായുക്തയിലെ പരാതിയിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വിധി പ്രസ്താവം നടത്തിയതിന് പാരിതോഷികമായി ചട്ടം ലംഘിച്ച് പുതിയ പദവി നൽകിയതായി ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ലോകായുക്തയിലെ ഹർജിക്കാരനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനുമായ RS ശശികുമാർ തന്നെയാണ് ഈ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി പുതിയ പരാതി നൽകിയിരിക്കുന്നത്. ബാബു മാത്യു പി ജോസഫിന്റെ ഉപലോകായുക്തയായുള്ള ചട്ടവിരുദ്ധ നിയമനം അസാധുവായി പ്രഖ്യാപിക്കണമെന്നും ഉപലോകായുക്തയായുള്ള വിധിന്യായങ്ങൾ റദ്ദാക്കണമെന്നും അയോഗ്യത മറച്ചുവെച്ച് നിയമനം നേടിയ റിട്ടയർഡ് ജസ്റ്റിസിനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ RS ശശികുമാർ ആവശ്യപ്പെടുന്നു. ബാബു മാത്യു പി ജോസഫിനെതിരെ ഫയൽ ചെയ്യുന്ന ക്വാവാറണ്ടോ ഹർജിയിൽ ചട്ടവിരുദ്ധമായി നൽകിയ ഉപലോകായുക്ത നിയമനവും ഉന്നയിക്കുമെന്ന് RS ശശികുമാർ അറിയിച്ചു.